നിങ്ങൾക്കറിയാമോ 2026 എന്ന സംഖ്യ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ മാറ്റത്തിൻ്റെ കോഡ് ഭാഷയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകരമായ വർഷമാവാം ഇത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്പിരിച്വൽ ഗൈഡ് വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരാൻ പോകുന്ന 2026 വെറും ഒരു കലണ്ടർ വർഷമല്ല, അത് പ്രപഞ്ചം നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു പുതിയ വാതിലാണ്. ഈ സംഖ്യയെ ന്യൂമറോളജി പ്രകാരം പിരിച്ചെഴുതുമ്പോൾ 2+0+2+6, അതായത് 10, 10-ൽ 1ഉം 0ഉം കൂടെ കൂട്ടുമ്പോൾ 1. സംഖ്യാശാസ്ത്രത്തിലെ ഏറ്റവും ശക്തനായ പുതിയ തുടക്കങ്ങളുടെ അധിപനായ സംഖ്യയാണ് 1. ഈ വർഷം നിങ്ങളുടെ സാമ്പത്തിക നില എങ്ങനെ മാറും? പ്രതീക്ഷിക്കാത്ത പുതിയ ബന്ധങ്ങൾ വരുമോ? ഏത് കരിയർ മാറ്റമാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരം? അതറിയണമെങ്കിൽ 2026 മറഞ്ഞിരിക്കുന്ന രഹസ്യം നമ്മൾ അറിഞ്ഞേ മതിയാവൂ. അപ്പോൾ 2026 ഓരോ സംഖ്യയും നിങ്ങൾക്ക് വേണ്ടി എന്താണ് കാത്തുവച്ചിരിക്കുന്നത് എന്നറിയുവാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. ലോകം ഒരു പുതിയ ഊർജത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 2026 കുറിച്ചുള്ള ഏറ്റവും വലിയ രഹസ്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ന്യൂമറോളജി പ്രകാരം 2026 ഒരു യൂണിവേഴ്സൽ ഇയർ 1 ആണ്. ഇതിനർത്ഥം ലോകമെമ്പാടും ഒരു പുതിയ 9 വർഷത്തെ സൈക്കിളിന് തുടക്കമാവുകയാണ്. ഇതൊരു ക്ലീൻ സ്ലേറ്റ് ആണ്, നിങ്ങളുടെ വിധി എഴുതുവാനുള്ള അവസരം. അതായത് ഓരോ 9 വർഷം കൂടുമ്പോഴാണ് ഇങ്ങനെ ഒരു പുതിയ ഒരു ഇയർ 1 വരുന്നത്. 2026 നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയ തുടക്കങ്ങൾ, ശക്തമായ ഊർജത്തിൻ്റെ ഒരു പ്രവാഹമായിരിക്കും ഈ ഒരു വർഷം. അതായത് പവർഫുള്ളായിട്ടുള്ള ലീഡർഷിപ്പിലേക്ക് നിങ്ങൾക്ക് പോകാം. പുതിയ പുതിയ അവസരങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു വർഷമാണിത്. ഈ വർഷം നിങ്ങളെ ഇതിനൊക്കെ പ്രേരിപ്പിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സിറ്റുവേഷൻസ് ഒരുക്കി കിട്ടും. പുതിയ ബന്ധങ്ങളോ പങ്കാളികളോ ഉണ്ടാകുവാൻ, കരിയർ മാറ്റങ്ങൾ വരുത്തുവാൻ, വ്യക്തിപരമായ പുതിയ റീഇൻവെൻഷൻസ്, അതായത് നിങ്ങളുടെ ഒരു അച്ചടക്കം, പഴയ ഊർജത്തെ ഉപേക്ഷിച്ച് പുതിയ ഒരു വളർച്ച. ഇതൊരു റീസെറ്റ് ബട്ടൺ പോലെയാണ്, നിങ്ങളുടെ ഡെസ്റ്റിനി തിരുത്തി എഴുതുവാനുള്ള അവസരം. ഇനി നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ 2026 എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇതിനു മുമ്പിട്ടുള്ള വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ കണ്ടെത്തുക. ലൈഫ് പാത്ത് നമ്പർ 1 ആണെങ്കിൽ ലീഡർഷിപ്പാണ്. 2026 നിങ്ങളുടെ ഏറ്റവും ശക്തമായ സ്വഭാവ ഗുണമുള്ള ഒരു വർഷമായിരിക്കും. പുതിയ അവസരങ്ങൾ, അംഗീകാരങ്ങൾ, ബിസിനസ്സിൻ്റെ വളർച്ച, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന നല്ലൊരു വർഷമായിരിക്കും നിങ്ങൾക്ക്. ലൈഫ് പാത്ത് നമ്പർ 2 ആണെങ്കിൽ ഈ വർഷം പുതിയ പ്രണയബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരും. പഴയ വൈകാരികമായിട്ടുള്ള മുറിവുകളൊക്കെ അതൊക്കെ കരിഞ്ഞ്, അത് എന്തെങ്കിലും ഇമോഷണലി അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മുറിവൊക്കെ കരിഞ്ഞിട്ട് നിങ്ങൾക്കൊരു പുതിയ നല്ലൊരു റിലേഷൻഷിപ്പ് വരും. മികച്ച പങ്കാളിത്തവും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു പാർട്ട്ണറിനെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു വർഷം ശാന്തതയുടെയും ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു വർഷമായിരിക്കും. നമ്പർ 3 ആണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഐഡിയാസൊക്കെ രൂപമെടുക്കും. പുതിയ ക്രിയേറ്റീവായിട്ടുള്ള കരിയർ വരും. അതേപോലെ തന്നെ നിങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടും. സാമ്പത്തികപരമായി ഭയങ്കര മെച്ചപ്പെടുത്തലായിരിക്കും, എന്ന് വെച്ചാൽ സാമ്പത്തിക വളർച്ചയുണ്ടാകും. നമ്പർ 4 ആണെങ്കിൽ 2026 നിങ്ങളുടെ ഇത്രയും നാളത്തെ കഠിനാധ്വാനത്തിന് ഒരു പ്രതിഫലം നൽകുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ വളർച്ച, നിങ്ങൾ പുതിയ പ്രോപ്പർട്ടി വാങ്ങിക്കും, പുതിയ കാറ് വാങ്ങിക്കും, നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആകും. നിങ്ങൾ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും നാളും എന്തിലൊക്കെ എഫോർട്ട് ഇട്ടോ അതിനൊക്കെ ഒരു നല്ലൊരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. നമ്പർ 5 ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നൊരു വർഷമാണ് ഈ 2026. നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ, അവസരങ്ങൾ നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് വലിയൊരു രീതിയിൽ ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. നമ്പർ 6 ആണെങ്കിൽ
നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്നേഹവും സമൃദ്ധിയൊക്കെ വരും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. വീടിനെ എന്തെങ്കിലും രീതിയിൽ പുതിയ വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുടെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടും. സാമ്പത്തിക സ്ഥിരതയുണ്ടായി വരും. ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ പോകും. നമ്പർ 7 ആണെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജ്ഞാനത്തിന് കുറച്ച് വളർച്ചയുണ്ടാകും. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ നിന്നും കുറേ കാര്യങ്ങൾ, സ്പിരിച്വാലിറ്റിയുടെ വേറൊരു തലത്തെക്കുറിച്ച് നിങ്ങൾ അറിയും. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ ലൂപ്പ്, ഇത്രയും നാളും വന്നിട്ടുള്ള ചിലപ്പോൾ കുറച്ച് നാൾ സന്തോഷമാണ്, പിന്നെ ഒരു സങ്കടം, പിന്നെ സന്തോഷം, സങ്കടം, അങ്ങനെയുള്ളതൊക്കെ മാറി നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ടൊരു നല്ല ഒരു ലൈഫായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. നമ്പർ 8 ആണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വർഷം സാമ്പത്തികപരമായിട്ട് വളരെ ഉയർച്ച ലഭിക്കും. ബിസിനസ്സിൽ വിജയം വരും. അപ്രതീക്ഷിതമായിട്ടുള്ള വരുമാനങ്ങളും സമ്പത്തും വന്നു കയറും. പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് അംഗീകാരം വരും. അങ്ങനെ ഒരു മണി മാഗ്നറ്റിക് ഇയർ ആണ് നിങ്ങൾക്ക് 2026. നമ്പർ 9 ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നാളും മുടങ്ങിക്കിടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാകും. നിങ്ങളെ ആവശ്യമില്ലാത്തവരെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കും. അതേപോലെ നിങ്ങളുടെ കർമ്മ സൈക്കിള്, കുറേ പേരൊക്കെ കർമ്മ സൈക്കിള് ഈ ഒരു വർഷത്തിൽ എൻഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു പുതിയ പുനർജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കർമ്മ, അതിൻ്റെ എല്ലാ കൊടുക്കലും വാങ്ങലും തീർന്നിട്ട് പുതിയൊരു ജന്മമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇനി 2026 ലക്കി നിറങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും നോക്കാം. ചുവപ്പ്, റെഡ് എന്ന് പറയുന്നത് വളരെയധികം ധൈര്യം, പവർ തരുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആക്ഷൻസ് എടുക്കുവാനുള്ള നിങ്ങൾക്ക് ആ ഒരു ധൈര്യം തന്ന് നിങ്ങൾ പുതിയ പുതിയ ആക്ഷൻസ് എടുക്കുന്നതുമായിരിക്കും. യെല്ലോ എന്ന് പറയുന്നത് കോൺഫിഡൻസ് തരും, നിങ്ങളുടെ ലൈഫിൽ പുതിയ ബിഗിനിങ്സ് ഉണ്ടാക്കും. ഗോൾഡ് കളർ എന്ന് പറയുന്നത് അബണ്ടൻസും നിങ്ങൾക്ക് പവറും നേടിത്തരും. വൈറ്റ് കളർ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സിറ്റുവേഷൻസിലൊക്കെ ക്ലാരിറ്റിയും അതിനൊരു പ്യൂരിറ്റിയും തരും. ഇത്രയുമാണ് മെയിനായിട്ട് 2026 നിറങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ 2026 ഈ നിറങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു ചേരും. പിന്നെ നിങ്ങൾക്ക് ഡെയിലി ചുമപ്പ് ധരിക്കാൻ പറ്റില്ല, ഡെയിലി നിങ്ങൾക്ക് വൈറ്റ് നിറം തന്നെ ധരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കിതിനെ ക്രിസ്റ്റൽ രൂപത്തിൽ ധരിക്കുവാൻ സാധിക്കും. ക്രിസ്റ്റൽസ് അറിയാം, നാച്ചുറലി ഉണ്ടാകുന്നതാണ് സ്റ്റോണാണ് ഈ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. ഈ സ്റ്റോൺസിന് എനർജീസിനെ അബ്സോർബ് ചെയ്യുവാനും നെഗറ്റീവ് എനർജീസിനെ ഇല്ലാണ്ടാക്കുവാനൊക്കെ ഒരു കഴിവുള്ളതാണ്. അപ്പോൾ 2026 നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന എന്തൊക്കെ ക്രിസ്റ്റലാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ കാണുന്ന ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ ക്രിസ്റ്റലുകളെ ഉപയോഗിക്കാറുണ്ട്. വളരെ വലിയ ഫേമസ് ആയിട്ടുള്ള നടന്മാരായ അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, ഐശ്വര്യ റായ്, അതേപോലെ തന്നെ അനുഷ്ക ശർമ്മ, വിരാട് കോഹ്ലി, പിന്നെ അലിയ ഭട്ട്, അങ്ങനെ ഒരുപാട് നടികളും നടന്മാരും. നമ്മൾ ഹിന്ദി വിട്ടിട്ട് മലയാളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ കയ്യിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നത് ഒരുപാട് നടിമാരുടെയൊക്കെ കയ്യിലും ഇങ്ങനെയുള്ള ക്രിസ്റ്റലിൻ്റെ ബ്രേസ്ലെറ്റുകൾ കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ വെറുതെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊന്നും ഇടേണ്ട കാര്യമില്ല. അവർക്ക് ഡയമണ്ട് വാങ്ങിക്കുവാനും സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിച്ചിടുവാനൊക്കെ ഒരുപാട് സാമ്പത്തികമുള്ള ആളുകളാണ്. ഫാഷന് വേണ്ടി ഇടാനാണെങ്കിൽ സാധാരണ മുത്തുകൾ വാങ്ങിക്കാവുന്നതാണ്. പക്ഷെ അവരെന്തുകൊണ്ട് ഈ കറക്റ്റ് ക്രിസ്റ്റൽസിനെ യൂസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പവർ അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതുവരെ ക്രിസ്റ്റൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ 2026 തൊട്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് അറിയാൻ കഴിയും. ക്രിസ്റ്റൽസ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ജെന്യൂൻ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ക്രിസ്റ്റലാണോ എന്ന് നോക്കുകയാണ് വേണ്ടുന്നത്. അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. നമ്മളുടെ ഷോപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മളിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഫേക്കായിട്ടുള്ള ക്രിസ്റ്റൽസൊക്കെ നമ്മളുടെ ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ കിട്ടും. അപ്പോൾ അതിന് 50 രൂപ 60 രൂപയൊക്കെ ആയിരിക്കും. പക്ഷെ ഒരിക്കലും ഒരു ക്രിസ്റ്റൽ, ജെന്യൂൺ ക്രിസ്റ്റലിന് അത്രയ്ക്കൊന്നും കിട്ടില്ല, ആ ഒരു വിലയിലെങ്കിലും കിട്ടില്ല. അതുമല്ല, പല ക്രിസ്റ്റൽസും നാച്ചുറലി ഉണ്ടാകുന്നത് പല രാജ്യങ്ങളിലാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഇന്ത്യൻ ജാസ്പറൊക്കെ പോലെ തന്നെ വേറെ രാജ്യത്തായിരിക്കും അമത്തിസ്റ്റൊക്കെ ഉണ്ടാകുന്നത്. അവിടെ നിന്നൊക്കെ വരുന്നതിനനുസരിച്ച് ക്വാളിറ്റിക്ക് അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും. അപ്പോൾ ഈ ഫേക്കായിട്ടുള്ള ക്രിസ്റ്റലാണെന്നും പറഞ്ഞ് കിട്ടുന്ന ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഉള്ളത് വാങ്ങിച്ച് ഉപയോഗിക്കാണ്ടിരിക്കുക. അതിനൊക്കെ ഒരുപാട് നെഗറ്റീവ് സൈഡുകളുണ്ട്. അപ്പോൾ 2026 എന്തൊക്കെ ക്രിസ്റ്റലുകളാണ് ധരിക്കേണ്ടതെന്ന് നോക്കാം. റെഡ് ഗാർനറ്റ്, അല്ലെങ്കിൽ റൂബി, അല്ലെങ്കിൽ സിട്രിൻ എന്ന് പറയുന്നത് യെല്ലോ കളറിലുള്ള മണി അട്രാക്ഷനാണ് ഏറ്റവും കൂടുതൽ സിട്രിൻ ഉപയോഗിക്കുന്നത്. ഈ ലാപ്പീസ് ലസോളി എന്ന് പറയുന്നത് ബ്ലൂ കളറിലുള്ളതാണ്. ഇതും വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു ക്രിസ്റ്റലാണ് 2026. പിന്നെ ബ്ലാക്ക് കളറിൽ വരുന്ന ബ്ലാക്ക് ടർമോയിൽ എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലും വളരെയധികം നല്ലതാണ്.
പിന്നെ ഈ ഒരു വർഷം നിങ്ങൾക്ക് അനുകൂലകരമായി പോകുവാനായിട്ട് അഗ്നി റിച്വൽസ്, അതായത് ഹോമം പോലെയുള്ളത്, ഹോമമൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ ഒരു രീതിയിലൊരു ചെറിയൊരു പാത്രത്തിനകത്ത് കുറച്ച് ചകിരിയും കുറച്ച് കരിക്കട്ടയൊക്കെ ഇട്ട് തീ കത്തിച്ച് കർപ്പൂരം ഇട്ടിട്ട് ആരതി പോലെ നടത്താവുന്നതാണ്. ഡെയിലി ഈ ഫയർ റിച്വൽസ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു എനർജിയെ വളരെ നല്ലൊരു രീതിയിലേക്ക് ബൂസ്റ്റ് ചെയ്ത് നിർത്തുവാൻ സഹായിക്കും. അപ്പോൾ ഈ 2026 പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇയർ ഇനി വരണമെങ്കിൽ ഇനി 8 വർഷവും കൂടെ കഴിയണം. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങളുടെ ലൈഫിനെ വളരെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഈ 2026 പ്രപഞ്ചത്തിലെ എനർജിയും ആ ഒരു ന്യൂമറോളജിക്കലി ഉള്ള എനർജിയും ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് നല്ലൊരു ലൈഫായിരിക്കട്ടെ. 2026 ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു വർഷമായിരിക്കട്ടെ. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും ജോലിയിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നല്ലൊരു ലൈഫായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്റ്റൽസ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്മളുടെ എല്ലാ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റുകളും പ്രോഡക്ട്സുകളും റേക്കി ചാർജ് ചെയ്തിട്ടുള്ളതാണ്. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. താങ്ക് യു.